പ്രിയമുള്ളവരെ, നിങ്ങൾ ഹെർബൽ ടീ അല്ലെങ്കിൽ ഫ്ലവർ ടീ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ വിൽപ്പന നടത്തുകയോ ചെയ്യുന്നവരാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം ടീ എന്ന് പറയുന്ന പേര് ചേർക്കാൻ അനുമതിയുള്ളത് സ്കമേലിയ സിനൻസിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന തേയിലച്ചെടിയുടെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ്. കാംഗ്ര ടീ, ഇൻസ്റ്റന്റ് ടീ, ഗ്രീൻ ടീ തുടങ്ങിയ പേരുകളൊക്കെ ചേർക്കേണ്ടത് ഇത്തരത്തിലുള്ള കമേലിയ സിനൻസിസ് എന്ന് പറയുന്ന തേയിലച്ചെടിയുടെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ അനുമതിയുള്ളൂ. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ടീ എന്ന നാമകരണത്തോടു കൂടിയ ഉൽപ്പന്നങ്ങൾ കാണാം. ഉദാഹരണമായിട്ട് ഹെർബൽ ടീ. പലതരത്തിലുള്ള ഹെർബൽ എക്സ്ട്രാക്റ്റുകളുടെ മിശ്രിതം ഹെർബൽ ടീ എന്ന പേരിൽ വിൽപ്പന നടത്താറുണ്ട്. പലതരത്തിലുള്ള പൂക്കളുടെ ഉൽപ്പന്നങ്ങൾ, ഉദാഹരണമായിട്ട് ഹിബിസ്കസ് എന്ന് പറയുന്ന പൂവിൻ്റെ ഉൽപ്പന്നം, അത് ഫ്ലവർ ടീ എന്ന പേരിൽ മാർക്കറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റോയ്ബോസ് പാനിൻ്റെ ഉൽപ്പന്നം റോയ്ബോസ് ടീ എന്ന പേരിൽ മാർക്കറ്റ് ചെയ്യാറുണ്ട്. അതായത് തേയിലച്ചെടിയുടെ ഉൽപ്പന്നമല്ലാത്ത ഹെർബൽ എക്സ്ട്രാക്റ്റുകൾ പലപ്പോഴും ടീ എന്ന പേരോടുകൂടി വിൽപ്പന നടത്തുന്നത് വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് 2025 ഡിസംബർ 24 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം ടീ എന്ന പേര് ചേർക്കാവുന്നത് കമേലിയ സെൻസിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന തേയിലച്ചെടിയുടെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ്. അതല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് ടീ എന്ന് നാമകരണം ചെയ്യുന്നത് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമത്തിൻ്റെ ലംഘനമാണ്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമത്തിന് കീഴിലുള്ള ലാബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷൻ പ്രകാരം ഒരു പാക്കറ്റ് ഭക്ഷ്യവസ്തുവിൻ്റെ ലേബലിൽ ആ ഭക്ഷ്യവസ്തുവിൻ്റെ പേര് നിർബന്ധമായും കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കുന്ന പേര് ആ പാക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുവിൻ്റെ യഥാർത്ഥ പേരായിരിക്കണം. അതുകൊണ്ട് തന്നെ ടീ എന്ന പേര് യഥാർത്ഥ തേയിലച്ചെടിയുടെ ഉൽപ്പന്നമല്ലാത്ത മറ്റു ഹെർബൽ എക്സ്ട്രാക്റ്റുകൾക്ക് കൊടുക്കുന്നത് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം മിസ് ബ്രാൻഡഡ് എന്ന കാറ്റഗറിയിൽ വരും. മിസ് ബ്രാൻഡഡ് കാറ്റഗറിയിൽ, അതായത് തെറ്റായ ലേബൽ വിവരങ്ങളോ കൂടി ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നത് 3 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണ്. അത് നിർമ്മിക്കുന്നവർക്ക് മാത്രമല്ല, വിൽപ്പന നടത്തുന്നവർക്കും ബാധകമാണ്. അതുമാത്രമല്ല, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഈ തെറ്റായ വിവരം കൊടുത്തുകൊണ്ട് മിസ്ലീഡിംഗ് ക്ലെയിം ഉപയോഗിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നത് അത് 10 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണ്. കാരണം മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് 10 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കുക. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.